നമ്മൾ മുമ്പോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റോമാലേഖനത്തിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. 27 എന്ന് പറയുമ്പോൾ മലയാള വേദപുസ്തകത്തിൽ, അതായത് സത്യവേദ പുസ്തകത്തിൽ നമുക്ക് 26 വാക്യങ്ങളെ കാണുന്നുള്ളൂ. എന്നാൽ ഒട്ടുമിക്ക ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലും വേർഷൻസിലും 27 വാക്യങ്ങളുണ്ട്. അപ്പോൾ ബൈബിളിൽ ഒരു വാക്യം ഇല്ലാതായോ എന്ന് നമ്മൾക്കാർക്കെങ്കിലും ചോദ്യം വരും. ബൈബിളിലെ വാക്യങ്ങൾ ഇല്ലാതായതല്ല. ചില മാനുസ്ക്രിപ്റ്റ്സുകൾ ഒരു വാക്യം എക്സ്ട്രാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തുമ്പോഴും ഒരു ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ NKJV, NIV, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, ESV, NRSV ഇങ്ങനെയുള്ള വേർഷനുകളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അല്പം ഒരു ഡിഫറെൻറ്റ് മാനുസ്ക്രിപ്റ്റ്സിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വേർഷൻസിൽ വന്നിട്ടുള്ള ചില വാക്യങ്ങളെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കും. ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ചില പുരാതന മാനുസ്ക്രിപ്റ്റുകളിൽ അല്ലെങ്കിൽ പുരാതന മാനുസ്ക്രിപ്റ്റുകളിൽ അത് ഉണ്ടായിരുന്നു. പിന്നീടുള്ള ചില മാനുസ്ക്രിപ്റ്റുകളിൽ അത് മിസ്സിങ് ആണ്. അതുകൊണ്ട് ചില വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ അത് പഴയ മാനുസ്ക്രിപ്റ്റിലുള്ളത് എഴുതി ചേർത്തുകൊണ്ട് ഉള്ള വേർഷൻസാണ് ഒട്ടുമിക്ക ഇംഗ്ലീഷ് വേദപുസ്തകങ്ങൾ. എന്നാൽ മലയാളത്തിൽ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു വാക്യം 27-ാമത്തെ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും ക്രൊണോളജിക്കലി അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ഫോമിൽ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു വാക്യം തീർച്ചയായിട്ടും അവിടെ ഉൾപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ 16-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ 22-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയത് നമുക്ക് ശ്രദ്ധിച്ച് കാണും. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങൾക്ക് കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഈ ലേഖനം എഴുതിയതെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പൗലോസാണ് എഴുതിയത്. എന്നാൽ ആ ഒരു വാക്യം നമുക്ക് അല്പം ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലേഖനം ആരാ എഴുതിയത്? പൗലോസ് അല്ല. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങൾക്ക് കർത്താവിൽ വന്ദനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പുരാതന കാലത്തെ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ എഴുത്തുകളിലൊക്കെ ഉള്ള ഒരു സ്വഭാവമുണ്ട്. ഈ പൗലോസ് തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ഫുള്ളിരുന്ന് എഴുതുന്ന പതിവിനെക്കാട്ട് ഉപരിയായി ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരുടെ അനുയായികൾ, ശിഷ്യന്മാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ, അങ്ങനെയൊക്കെയുള്ളവരെ സ്യൂഡോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ അറിയപ്പെടാത്ത എഴുത്തുകാരെ പോലെ ഇരുന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത് എഴുതുന്നുണ്ട്. അപ്പോൾ ഇതൊരു പക്ഷേ വാമൊഴിയായി പൗലോസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ എഴുതുകയോ അല്ലെങ്കിൽ പൗലോസിൻ്റെ ആശയങ്ങൾ, പ്രസംഗങ്ങൾ അതെല്ലാം കേട്ട് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്ന പല സംവിധാനങ്ങൾ ഈ ബൈബിൾ എഴുത്തുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ പഞ്ചഗ്രന്ഥങ്ങളായ ഉൽപ്പത്തി മുതലുള്ള 5 ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മോശയാണ് രചിക്കപ്പെട്ടത്, മോശയാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ പരക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ മോശയുടെ മരണവും മോശ മരിച്ചതിന് ശേഷമുള്ള വിവരണങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ എങ്ങനെ മോശ മരിച്ച ആളെങ്ങനെ തൻ്റെ മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള കാര്യം എഴുതുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികൾ ഇതെല്ലാം എഴുതുമെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിൽ എഴുത്തുകളെ പൂർത്തീകരിക്കുന്ന ചില റൈറ്റേഴ്സ്, സ്യൂഡോഗ്രാഫേഴ്സ്, അവരുടെ പേരുകൾ പൊതുവിൽ അറിയപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് സ്യൂഡോ എന്ന് പറയുന്നത്. സ്യൂഡോഗ്രാഫേഴ്സ് ആയിട്ട് ചില ആളുകൾ എപ്പോഴും ഈ എഴുത്തുകളിലുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ റോമാലേഖനത്തിൻ്റെയും എഴുത്തുകളിൽ റോമാലേഖനം എഴുതാനായിട്ട് പൗലോസിനെ സഹായിച്ചവരിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി. അങ്ങനെ ആ വ്യക്തി ഉൾപ്പെടെയുള്ളവർ ആ വ്യക്തിയുടെ ഒരു പേഴ്സണൽ നോട്ട് എന്ന നിലയിൽ ആ ഒരു വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ദൈവനിശ്വാസ്യമായ വാക്കുകളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്, ദൈവവചനമായിട്ട് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. അതിനൊരു യാതൊരു തർക്കവുമില്ല. ഇന്ന് ഈ റോമാലേഖനത്തിൻ്റെ അവസാന വാക്കുകളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 24 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതൊരു പഴയ നിയമ ഭക്തന്മാരുടെ ഒരു സ്തുതി കീർത്തനമായിട്ട് നമുക്കതിനെ കാണാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ
ദൈവശാസ്ത്ര ഭാഷയിൽ പറഞ്ഞ ഡോക്സോളജി എന്ന് പറയും. അതായത് സ്തുതിക്കുന്ന പ്രാർത്ഥന, സ്തുതി പ്രാർത്ഥന. നമുക്കത്ര പരിചിതമല്ല ഈ ഡോക്സോളജി. എന്നാൽ ഈ പറയുന്ന ഓർത്തഡോക്സ്, മർത്തോമ, കത്തോലിക്കയിലൊക്കെ അവരുടെയൊക്കെ പള്ളികളിൽ പോയാൽ വലിയ ദൈവശാസ്ത്ര വിഷയങ്ങൾ അവരിങ്ങനെ ഒരു പാരായണം പോലെ, പാട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മൾ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾക്ക് അതിൻ്റെ വാക്കുകളൊന്നും നമുക്ക് ചിലപ്പോൾ പിടികിട്ടണമെന്നില്ല. അപ്പോൾ അതൊരു ദൈവസ്തുതി കീർത്തനങ്ങൾ ഇങ്ങനെ പാട്ട് രൂപത്തിലൂടെ, പാട്ടല്ല, ഒരു ഈണത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനെയാണ് ഈ ഡോക്സോളജി എന്ന് പറയുന്നത്. ഏകദേശം അതിനോട് സമമായിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്തുതി കീർത്തനങ്ങൾ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ് ഈ 16-24 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ. നമുക്കതൊന്ന് വായിക്കാം, മലയാളത്തിലൊന്ന് വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന് അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊരു സ്തുതി കീർത്തനമായി അല്ലെങ്കിൽ സ്തുതിയായി പറയുന്ന ഒരു ഭാഗമായിട്ട് നമ്മളതിനെ കാണുന്നു. ഈ വാക്യങ്ങളിൽ ഇന്നത്തെ ദൈവവചന പഠനത്തിനും ചിന്തയ്ക്കുമായി പൗലോസ് ഉദ്ധരിച്ച 3 പ്രധാനപ്പെട്ട പദങ്ങൾ നിങ്ങളുടെ മുമ്പാകെ എന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലെ 2 പദങ്ങൾ മലയാള പരിഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു വാക്ക് വാസ്തവത്തിൽ മലയാള പരിഭാഷകളിൽ ഇല്ല. അത് ഇംഗ്ലീഷ് വേർഷൻസിലെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ആ 3ാമത്തെ പദവും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി നിങ്ങളുടെ മുമ്പാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മലയാള വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്താത്തതായ ഒരു വാക്ക് തന്നെയാണ് ഞാൻ പ്രാരംഭത്തിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞ 27 വാക്യമുണ്ടെന്ന് പറയുമ്പോൾ 24ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ, ആമേൻ. അവിടെ അങ്ങനെ ഒരു വാക്ക് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ, ആമേൻ. ദൈവത്തിൻ്റെ കൃപ, ക്രിസ്തുയേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവമായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. മലയാളം ബൈബിൾ വായിക്കുന്നവർ ആ വാക്കുകൾ കൃത്യമായിട്ടൊന്ന് ഗ്രഹിച്ചു വെക്കുക. ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. The grace of our Lord Jesus Christ be with you all, amen. അപ്പോൾ ഇന്നത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഈ രാത്രികാലം നമ്മൾ 3 പദങ്ങൾ, the great 3 words of praises, നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അതിലൊന്നാമത്തേതാണ് the grace. Praise the Lord. ദൈവത്തിൻ്റെ കൃപ. ഈ വാക്കുകളിൽ പൗലോസ് വളരെ വ്യക്തതയോടെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ കരുണയും കൃപയും ആണ് നമ്മെ ഈ ലോകത്തിൽ ദൈവ പൈതലായി ദൈവമക്കളായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ ദൈവകരുണയെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും ഇനിയൊരു ഒരു പ്രസംഗം ബൈബിൾ സ്റ്റഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നാം സവിസ്താരം ഈ ദൈവകൃപയെക്കുറിച്ച് കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. എന്നാലും ഒരു സമ്മറി എന്ന നിലയിൽ, ഒരു സമ്മപ്പ് എന്ന നിലയിൽ, ഒരു ക്രോഡീകരണം എന്ന നിലയിൽ ചില കാര്യങ്ങളുടെ വളരെ വേഗത്തിൽ ഓർപ്പിക്കാം. എന്താണ് ഈ ദൈവകൃപ? ദിസ് ഗ്രേസ് ഈസ് എ സോവറിൻ ഗ്രേസ്, അല്ലെങ്കിൽ സർവാധിപത്യമുള്ള, സർവ്വതും നിറഞ്ഞു നിൽക്കുന്ന, സർവ മഹത്വവുമുള്ള, സർവത്തിൻ്റെയും ആയിരിക്കുന്ന സോവറിൻ ഗ്രേസ്. കാരണം
ദൈവകൃപയുടെ ആരംഭം ദൈവത്തിലാണ്, അതിൻ്റെ അവസാനവും ദൈവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ കരുണ കാണിച്ചത്? ദൈവമാണ് കരുണ കാണിച്ചത്. ആ കരുണയുടെ ആദ്യവും അന്തവും ആര് തന്നെയാണ്? ദൈവമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ള പദ്ധതി ഒരിക്കൽ പോലും മനുഷ്യൻ്റെ ഇനിഷ്യേറ്റീവേ ആയിരുന്നില്ല, അത് പൂർണ്ണമായി ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സോ മാൻ ഡസ് നോട്ട് ഇനിഷ്യേറ്റഡ് സാൽവേഷൻ. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഇനിഷ്യേറ്റീവേ ആയിരുന്നില്ല, മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ പ്രപ്പോസ് ചെയ്തതല്ല. അത് മനുഷ്യരിലേക്ക് പകർന്നു തന്നത് സാക്ഷാൽ ദൈവം തൻ്റെ കരുണയാൽ, കൃപയാൽ മനുഷ്യനെ രക്ഷിക്കാനായി കൃപ കാണിച്ചു. അത് ടോട്ടലി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ളത് മനുഷ്യൻ്റെ ആവശ്യത്തെക്കാട്ടിലും മനുഷ്യൻ്റെ നീഡിനെക്കാട്ടിലും ദൈവത്തിൻ്റെ പർപ്പസായിരുന്നു, ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. തൻ്റെ സൃഷ്ടികളായിരുന്ന മനുഷ്യർ പാപത്തിൽ വീണ് പാപത്തിൽ അകപ്പെട്ടിരിക്കുന്നതിനെ മടക്കി വരുത്തുക, രക്ഷിക്കപ്പെടുത്തുക. കാരണം ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരോടുള്ള ബന്ധത്തിൽ വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായതിനാൽ മനുഷ്യൻ്റെ ഒരു വലിയ സെർച്ചിങ് അല്ലായിരുന്നു രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. മനുഷ്യൻ അതിനുവേണ്ടി അന്വേഷിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. So God is the initiator of salvation. God only initiates salvation. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ ഈ സുവിശേഷമൊക്കെ ആളുകളോടൊക്കെ പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു ചിന്തയും വേദനയും ഉണ്ടാകും. കർത്താവെ, ഈ വചനങ്ങളൊക്കെ കേട്ടിട്ട് അനേകരും കർത്താവിനെ അറിയുന്നില്ലല്ലോ, രക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ഒരുവന് മേൽ ദൈവകരുണ പകരണമെന്നുള്ളതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെ കയ്യിലാണ്. രക്ഷിക്കപ്പെടണമെന്നുള്ളതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഗോഡ് ഈസ് ദി വൺ ഹു പ്രൊഡ്യൂസ്ഡ് ഓർ സജസ്റ്റഡ് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള, മനുഷ്യരെ വീണ്ടെടുക്കാനുള്ള പദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ അത് ആരിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ദൈവത്തെ. അപ്പം ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ ക്രെഡിറ്റ് ഒരു സഭയ്ക്കോ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരൊന്നിനും നൽകാൻ കഴിയത്തില്ല. മേ ബി അതിനെല്ലാം മുഖാന്തരങ്ങളായി തീർന്ന ചില വ്യക്തികളുണ്ടായിരിക്കാം, സഭയുണ്ടായിരിക്കാം, സുഹൃത്തുക്കളുണ്ടായിരിക്കാം. ഇങ്ങനെ പല ആളുകളൊക്കെ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് മീഡിയേറ്റേഴ്സായിട്ടുണ്ടായേന്നേക്കാം. എന്നാൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ പൈതലായി രക്ഷിക്കപ്പെട്ടവരായി തീർന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതിൻ്റെ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോഡ്. ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കരുണയാലാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ. അപ്പോൾ ആ ദാറ്റ് ഗ്രേസ് ഈസ് എ സോവറിൻ ഗ്രേസ്. രണ്ടാമത്തെ കാര്യം, ഈ ദൈവകൃപയെക്കുറിച്ച് പറയാൻ അവിടെ തന്നെ വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കണ്ടത്, വായിച്ചത് ഇങ്ങനെയാണ്, ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ ദൈവകൃപയിൽ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരുണയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകതയാണ്, ഇത് രക്ഷിക്കുന്ന കൃപയാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ദ ഗ്രേസ് ഓഫ് ലോർഡ് ജീസസ്. അപ്പോൾ ദ സോ റീസൺ ഫോർ ജീസസ് ടു കം ടു ദിസ് എർത്ത്, ഈ ഭൂമിയിലേക്ക് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു വന്നതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് പർപ്പസ് ഇറ്റ് ഈസ് ഫോർ സാൽവേഷൻ. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട്, പാപത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാനാണ് യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. സോ ദ വെരി coming of Jesus Christ is the manifestation of saving grace. എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ട രക്ഷിക്കാനുള്ള കരുണയാണ്, കൃപയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുന്നത്. ജീസസ്
ഡിഡ് നോട്ട് കെയിം ടു ദിസ് വേൾഡ് ഫോർ ടീച്ചിങ്. ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പ്രൈസ് ദി ലോർഡ് ആത്മീയ വിഷയങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പ്രൈസ് ദി ലോർഡ് നമുക്കൊക്കെ ഏതെങ്കിലും മാതൃക കാണിക്കാൻ വേണ്ടിയല്ല, എന്നാൽ ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും ഉത്തമമായ മാതൃക കാണാൻ പറ്റുന്നത് യേശുവിലാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ജനത്തെ കണ്ട് കാണിച്ച് അവരെ വിടുവിക്കുവാൻ വേണ്ടിയല്ല. അപ്പോൾ തന്നെ ഈ ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ അത്ഭുതം ചെയ്തിട്ടുള്ള വ്യക്തിയും യേശുവാണ്. അപ്പോൾ ഇതെല്ലാം യേശു ചെയ്തിട്ടുണ്ട്. യേശു പഠിപ്പിക്കുന്നുണ്ട്. യേശു നല്ല മാതൃക മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ യേശുവിലൂടെ നമുക്ക് കാണാൻ കഴിയും. ബട്ട് ദ സോൾ പർപ്പസ് ഓഫ് ജീസസ് ഫോർ കമ്മിങ് ഇൻ ടു ദിസ് വേൾഡ് ഈസ് നത്തിങ് ബട്ട് സേവിങ്. മനുഷ്യരെ രക്ഷിക്കാനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. മനുഷ്യരെല്ലാം പാപം ചെയ്ത് പാപത്തിൻ്റെ അഗാധത്തിൽ വീണ് പാപം ചെയ്ത് നഷ്ടപ്പെട്ടിരുന്ന മനുഷ്യരെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ പദ്ധതിക്കായിട്ടാണ് യേശു ഈ താണഭൂമിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കൃപ എന്താണ്? യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വന്ന കൃപ എന്താണ്? ഇറ്റ് ഈസ് എ സേവിങ് ഗ്രേസ്. രക്ഷിക്കുന്ന കൃപയാണ്. അപ്പോൾ ഒന്ന്, അതൊരു പ്രൈസ് ദി ലോർഡ് സോവറിൻ ഗ്രേസ് ആണ്, സർവാധിപത്യമുള്ള ഒരു കൃപയാണ്. രണ്ട്, അതൊരു സേവിങ് ഗ്രേസ്, നമ്മളെ രക്ഷിക്കുന്ന കൃപയാണ്. മൂന്ന്, അവിടെ തന്നെ കാണുന്നത് ഇറ്റ് ഈസ് എ സാറ്റിസ്ഫൈങ് ഗ്രേസ്. അതിനുണ്ടായിരുന്ന ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ പദമാണ് നമ്മുടെ ദൈവവും കർത്താവുമായ യേശു, അല്ലെങ്കിൽ യേശു ക്രിസ്തു. In English it is written in this way, the grace of our Lord Jesus Christ. ഈ ക്രൈസ്റ്റ് എന്ന വാക്ക് വാസ്തവത്തിൽ പുതിയ നിയമ ഭാഷയിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും പൗലോസിൻ്റെ ലേഖനങ്ങൾ എഴുതലുള്ള ഭാഗങ്ങളിൽ പൗലോസ് പറയുമ്പോൾ യേശുവിനെ കേവലം യേശു എന്നല്ല വിളിച്ചിരുന്നത്, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് അനോയിൻറ്റിങ്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് അനോയിൻറ്റഡ് വൺ. യേശു ക്രിസ്തുവിനെ സാക്ഷാൽ പ്രവാചകനെന്നും രാജാവെന്നും പുരോഹിതൻ എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴും യേശു ക്രിസ്തുവായി നമ്മുടെ കർത്തൃത്വം നടത്തുന്ന ദൈവമായി, കർത്താവായി ഈ സകല ഭൂമിയിൽ വെച്ച് ഹീ ഈസ് ദ വൺ ഹു ഈസ് ഏബിൾ, നമുക്ക് കഴിവുള്ളവൻ, അല്ലെങ്കിൽ നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിവുള്ളവൻ. അപ്പോൾ അവൻ കഴിയുന്നവനാണ്, കേവലം ഒരു മനുഷ്യനല്ല, ദൈവമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷ ഒരുക്കി തരാൻ സർവശക്തനായ ദൈവമാണ്, അഭിഷിക്തനാണ് യേശു എന്നതിൻ്റെ വളരെ വ്യക്തമായ അടയാളമാണ് പൗലോസ് പറയുന്നത് ഹീ ഈസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ്റെ ഏത് ബലഹീനതയിലും, മനുഷ്യൻ്റെ ഏത് ബലഹീന സാഹചര്യത്തിലും അവനെ നടത്താൻ, ഉദ്ധരിക്കാൻ, അവനെ വിടുവിക്കാൻ ശക്തനായവനാണ് യേശു. അതുകൊണ്ട് അവനെ വിളിക്കുന്നത് അഭിഷക്തൻ്റെ അടയാളമായിരിക്കുന്ന, അഭിഷേകത്തിൻ്റെ നിദാനമായിരിക്കുന്ന ക്രിസ്തു എന്ന നാമത്തിലാണ്. യേശു ക്രിസ്തു, ദ വൺ ഹു ഈസ് അനോയിൻറ്റഡ്. എൻ്റെ കൂടെയുള്ള എൻ്റെ കർത്താവ് അനോയിൻറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും വേദനപ്പെടേണ്ട. ഹീ വിൽ സാറ്റിസ്ഫൈ മീ. എന്നെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ, സംതൃപ്തനാക്കാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. കാരണം അവൻ്റെ പേര് ക്രിസ്തു എന്നാണ്, ദ വൺ ഹു ഈസ് അനോയിൻറ്റഡ്. യേശു എന്ന പേര് അമ്മനമ്മമാർ അവനിട്ടതായിരിക്കാം, ഇമ്മാനുവേൽ എന്നർത്ഥം വരുന്നത്. എന്നാൽ ക്രിസ്തു എന്നത് ദ വൺ ഹു ഈസ് ഏബിൾ ടു ഗീവ് യു സാറ്റിസ്ഫാക്ഷൻ. എനിക്കും നിങ്ങൾക്കും സമാധാനവും സംതൃപ്തിയും തരാൻ കഴിവുള്ളവനാണ് യേശു. അതുകൊണ്ട് അവനെ വിളിക്കുന്നത് ക്രിസ്തു എന്നാണ്, യേശു ക്രിസ്തു എന്നാണ്. സോ ദ ഗ്രേസ് ദാറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ഈസ് എ സോവറിൻ ഗ്രേസ്, എ സേവിങ് ഗ്രേസ് ആൻഡ് എ സാറ്റിസ്ഫൈങ് ഗ്രേസ്.
നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്, നമുക്ക് സംതൃപ്തി തരുന്നതാണ് ഈ ഗ്രേസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ പദം ഈ ഡോക്സോളജിയിൽ, ഈ സ്തുതി കീർത്തനത്തിൽ ഒന്നാമത് കാണുന്ന പദമാണ് ഗ്രേസ്, ദൈവകരുണ. രണ്ടാമത്തത് മലയാള വേദപുസ്തകത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണുന്ന ഒന്നാണ് സുവിശേഷം. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പോകുന്ന ഒരു വലിയ സെൻറ്റൻസാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ അതിനകത്ത് രണ്ടാമത് കാണുന്നൊരു പദമാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ദൈവത്തിൻ്റെ കരുണയായിരുന്നെങ്കിൽ, രണ്ടാണ് സുവിശേഷം. ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ, ദ ഗോസ്പൽ എന്ന് പറയുമ്പോൾ, ഇതിനകത്ത് ആ സുവിശേഷത്തിൻ്റെ 3 പ്രത്യേകതകൾ ആ വാക്യങ്ങളിലുണ്ട്. അവിടെ വായിക്കുന്നത് പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാട്. ദ ഫസ്റ്റ് തിങ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. മർമ്മത്തിൻ്റെ വെളിപ്പാടായിരിക്കുന്ന സുവിശേഷം. നമുക്കറിയാം, ഈ സുവിശേഷം എന്ന് പറയുന്നത് അനാദി കാലങ്ങൾക്ക് മുമ്പേ മറഞ്ഞിരുന്ന ഒരു മാർമിക വിഷയമായിരുന്നു. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത നിമിഷം മുതൽ മനുഷ്യൻ്റെ ഒരു വലിയ അന്വേഷണമായിരുന്നു ഈ പാപത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത്. മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് പാപികളായി തീർന്നപ്പോൾ അന്ന് മുതലുള്ള മനുഷ്യൻ്റെ അന്വേഷണമാണ് ഈ പാപത്തിൽ നിന്ന് മോചനമുണ്ടാകണം. എന്നാൽ ദൈവം അനാദി കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു മർമ്മമായിരുന്നു സുവിശേഷം, പാപത്തിൽ നിന്ന് ഉള്ള മോചനത്തിൻ്റെ സുവിശേഷ മർമ്മം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ മനുഷ്യരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള അന്വേഷണത്തിൽ അവർ പരാജിതരായി. ഏദൻ തോട്ടം മുതൽ നാം പരിശോധിച്ച് നോക്കിയപ്പോൾ പാപത്തിനൊരു ശാശ്വത പരിഹാരം ആർക്കും തരാൻ കഴിഞ്ഞില്ല. യാഗങ്ങൾക്കോ ബലിപീഠങ്ങൾക്കോ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ യാതൊന്നിനും പ്രൈസ് ദി ലോർഡ് അവരുടെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ അഗാധമായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു വലിയ സംഗതിയാണ് പ്രൈസ് ദി ലോർഡ് സുവിശേഷത്താൽ, ഈ വർത്തമാനത്താൽ സകല മനുഷ്യരുടെയും പാപത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന വസ്തുത, ദ വെരി ഗോസ്പൽ. അതൊരു മിസ്റ്ററിയായി അനവധി കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒളിഞ്ഞിരുന്നു. എന്നാൽ കാലസമ്പൂർണതയിൽ എന്തു ചെയ്തു? ആ മാർമിക വിഷയം വെളിപ്പെട്ടു വന്നു. എന്നാൽ ദൈവം പഴയ നിയമത്തിലും പല ഗ്ലിംസസ് അതിനുവേണ്ടി നൽകുന്നുണ്ടായിരുന്നു. ജനത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് അറിയത്തില്ലെങ്കിലും ദൈവം അത് വളരെ വ്യക്തമായി തന്നെ ജനത്തോട് അറിയിക്കുന്നുണ്ട്. പ്രാരംഭത്തിൽ ഉണ്ടായിരുന്ന തെളിവ്, ഒരു ചെറിയ സൂചന എവിടെയാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പം ദൈവം ഒരു മർമ്മം പറഞ്ഞിട്ടുണ്ട്. The day will come when, praise the Lord, the son of the woman will crush the head of the snake. സ്ത്രീയുടെ സർപ്പത്തിന്റെ തല എന്ത് ചെയ്യും? സ്ത്രീയുടെ സന്തതി തകർക്കും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആ മർമ്മത്തിന്റെ ഒരു ചെറിയ വെളിപ്പാട് ദൈവം വ്യക്തമാക്കി. ഉൽപ്പത്തി പുസ്തകം തന്നെ 22-ാം അധ്യായത്തിൽ വലിയൊരു ഒബ്ജക്റ്റ് ലെസൺ നിലയിൽ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാനായി മോറിയ മലയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ യാഗ വഴിപാടായി ഇസഹാക്കിനെ അർപ്പിക്കുന്ന നേരത്ത് അവസാന നിമിഷം യാഗവസ്തുവായി അറക്കപ്പെടേണ്ട ഇസഹാക്കിന് പകരമായി ഒരു മുൾപടർപ്പിൽ മുൾച്ചെടിയിൽ കുടുങ്ങിക്കിടന്ന ഒരു ആട്ടിൻകുട്ടിയെ
പകരമായി അറുത്ത് രക്തം ചിന്തി യാഗമർപ്പിച്ചത്. ഇറ്റ് ഈസ് എ ഒബ്ജക്റ്റ് ലെസൺ. അതൊരു ദൃഷ്ടാന്തമായിരുന്നു. ഏത്? പ്രൈസ് ഇസഹാക്ക് മരിക്കേണ്ട സ്ഥാനത്ത്, ഇസഹാക്ക് മരണപ്പെടേണ്ട സ്ഥാനത്ത് ആര് മരണപ്പെട്ടു? പകരമായി എടുക്കപ്പെട്ട ആ ആട്ടിൻകുട്ടി അവിടെ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് തന്നെ ഒരു മർമ്മത്തിൻ്റെ വെളിപ്പാടിൻ്റെ സൂചനയുണ്ട്. മാനവരാശി പാപത്താൽ മരണപ്പെടേണ്ടതായ സ്ഥാനത്ത് യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ അവിടെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. പിന്നെയും വായിച്ചു പോകുമ്പോൾ പുറപ്പാട് പുസ്തകം മുതൽ വായിക്കുമ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ അല്ലെങ്കിൽ പെസഹയുടെ കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചവരെ വിടുവിച്ചതിൻ്റെ അടയാളമായി പെസഹ ആചരിക്കുന്നത് കാലാകാലങ്ങളിൽ ഇസ്രായേൽ മക്കൾ ആചരിച്ചു വരുന്നതായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന മശികയായി വെളിപ്പെട്ട് വന്നപ്പോൾ അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദ ഗോസ്പൽ വാസ് എ മിസ്റ്ററി. കൃപയാൽ എനിക്കും നിങ്ങൾക്കും ആ മിസ്റ്ററി വെളിപ്പെട്ടതിനായിട്ട് ദൈവത്തിന് നന്ദി പറയണം. കാരണം യഹൂദന്മാർക്കും മറ്റു പലർക്കും ദീർഘനാളുകളായി അവരനുഷ്ഠിച്ചു വന്ന പ്രവാചക പുസ്തകങ്ങളിലും പ്രവചനങ്ങളിലും രേഖപ്പെടുത്തിയിരുന്ന ക്രിസ്തു അവർക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നപ്പോഴും അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ സുവിശേഷത്തിൻ്റെ മർമ്മം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും ആ സുവിശേഷത്തിൻ്റെ മർമ്മം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു വലിയ അനുഗ്രഹമല്ലേ? ദാറ്റ് ഗോഡ് enabled us to reveal that mystery to us. എന്നാൽ കാലസമ്പൂർണതയിൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് സാക്ഷാൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വന്നു. ഈ പറയുന്ന മർമ്മം, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത മർമ്മം യേശുക്രിസ്തുവിലൂടെ തെളിവായി നമുക്ക് വെളിപ്പെട്ടു വന്നു എന്നുള്ളത് പ്രൈസ് വലിയൊരു അടയാളമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് വിശ്വസിച്ചതിന് മുഖാന്തരമായി നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവവൈതലായി തീർന്നു. എന്നാൽ വലിയ ഖേദത്തോടെ ഈ രാത്രികാലം പറയട്ടെ, ഈ മർമ്മം ഇതുവരെയും അനേകർക്ക് വെളിപ്പെട്ടിട്ടില്ല, അനേകർ അറിയായിട്ടില്ല. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അയൽവക്കത്തും നമ്മുടെ സമൂഹത്തിലുമൊക്കെ അനേകർ ഈ സുവിശേഷത്തിൻ്റെ വെളിപ്പാട് അവർക്ക് ആ മർമ്മം, ആ സുവിശേഷത്തിൻ്റെ മർമ്മം അവർക്ക് വെളിവായിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഇൻ ദി മിസ്റ്ററി. അവരിപ്പോഴും ആ മർമ്മമായി തന്നെ, അല്ലെങ്കിൽ ആ മർമ്മത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടാതെ അവർ തിരിച്ചറിയാൻ കഴിയാത്തവരായിരിക്കുകയാണ്. നിങ്ങളൊന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കേ. നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ, കടയിൽ പോകുമ്പോൾ, നമ്മൾ പലയിടങ്ങളിൽ വ്യവഹരിക്കുമ്പോൾ, എന്തിനു വേണ്ടി നമ്മുടെ ഓഫീസിൽ നമ്മുടെ അടുത്ത ക്യാബിനിലിരിക്കുന്നവർക്കും ഒരു പക്ഷേ ഈ മർമ്മം അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവരും ഇപ്പോഴും ആ മർമ്മത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. It is very sad that many have not yet revealed that mystery. എന്നാൽ കൃപയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെളിപ്പെട്ട് വന്ന നമുക്ക് ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. Because the mystery of the gospel has revealed to us. It has obviously revealed to everyone. But who has accepted that mystery? ഏതൊക്കെയാണോ മിസ്റ്ററിയെ തിരിച്ചറിഞ്ഞത്, മർമ്മമായി വെളിപ്പെട്ടതാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്കൊരു വലിയ വിടുതൽ ഉണ്ടാകുന്നത്. So this gospel is a mystery of the gospel itself is a mystery. രണ്ടാമത്തെ സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പൗലോസ് പറയുന്നത്, ദിസ് ഈസ് എ the ministry of the gospel. ഈ സുവിശേഷത്തിൻ്റെ ഒരു ശുശ്രൂഷ ആ വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. മലയാളത്തിൽ 25-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിൽ 26-ാമത്തെ വാക്യത്തിലും ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന, നമ്മെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന, ദ വൺ ഹു മേക്സ് അസ് സ്റ്റേബിൾ, എന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഈ സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്നു. മേക്ക് മീ സ്റ്റേബിൾ. നമ്മളെല്ലാം പാപത്തിൽ വീണ് കുഴഞ്ഞ് അല്ലെങ്കിൽ വലഞ്ഞു പോയവരായിരുന്നു. എന്നാൽ സുവിശേഷം എന്നെയും നിങ്ങളെയും എന്ത് ചെയ്തു? സ്ഥിരപ്പെടുത്തി. സങ്കീർത്തനകർത്താവായ ദാവീദ് 40-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോഴും അത് തന്നെയാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി ഉറപ്പുള്ള
അല്ലെങ്കിൽ പാറമേൽ എന്നെ നിർത്തി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. അപ്പോൾ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മെ സ്ഥിരപ്പെടുത്തുന്നതാണ്. ഇറ്റ് ഈസ് എ മിനിസ്ട്രി ദാറ്റ് ഈസ് ബീൻ ഡൺ ത്രൂ ദ ഗോസ്പൽ enabling us to be stable. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് നമ്മെ സ്ഥിരപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വഴുതി വീഴുന്നത് എവിടേക്കായിരുന്നു അറിയാമോ? നരകത്തിലേക്കായിരുന്നു. വി വിൽ സ്ലിപ്പ് ടു ദി ഹെൽ. നരകത്തിലേക്ക് വഴുതി വീഴാമായിരുന്ന എന്നെ ദൈവം സുവിശേഷത്താൽ എന്നെ സ്ഥിരപ്പെടുത്തി. സോ ദർ ഈസ് എ മിനിസ്ട്രി ഓഫ് ദി ഗോസ്പൽ. ഈ സുവിശേഷത്തിന് ഒരു ശുശ്രൂഷയുണ്ട്, എന്നെ സ്ഥിരപ്പെടുത്തി. ഇന്ന് ഞാനും നിങ്ങളും ഈ സുവിശേഷം കേട്ടിട്ട് ദൈവവചനത്തെ വിശ്വസിക്കാതെ പോയിരുന്നെങ്കിൽ ഞാനും നിങ്ങളും എങ്ങോട്ട് സ്ലിപ്പ് ചെയ്ത് പൊക്കൊണ്ടിരുന്നേനായിരുന്നു, എങ്ങോട്ട് സ്ലിപ്പായി പൊക്കൊണ്ടിരിക്കുകയായിരുന്നു? നരകത്തിലേക്ക്, ദ വെരി ഹെൽ, നരകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. എന്നാൽ കൃപയാൽ സുവിശേഷം എന്നെ ഇടയ്ക്ക് വെച്ച് പിടിച്ചു, എന്നെ ഉയർത്തി, എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. ഹീ മെയ്ഡ് മീ കൺഫേംഡ്, ഹീ മെയ്ഡ് മീ ഫേം, he enabled me, made me stable. I was going to hell, I was proceeding to hell, but no longer the hell can hold me because God has made me stable. Praise the Lord. ഇനി നമ്മൾ വീഴുമെന്ന് പേടിക്കണ്ട, വീഴുന്നതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട. ആ ഭയം നമ്മളിൽ നിന്ന് സുവിശേഷത്താൽ എടുത്തു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ഗമനത്തെ അവൻ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. സോ ദർ ഈസ് എ മിനിസ്ട്രി ഓഫ് ദി ഗോസ്പൽ. അവിടെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ ദൗത്യം ഈ സുവിശേഷത്തിനുണ്ട്. മൂന്നാമത്തെ കാര്യം അവിടെ തന്നെ പറയുന്നത്, അവിടെ ആ വാക്യത്തിൽ തന്നെ കാണുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു. സോ ദ മെസ്സേജ് ഓഫ് ദി ഗോസ്പൽ, ഇതിൻ്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, പ്രീച്ചിങ് ഓഫ് ക്രൈസ്റ്റ്, മെസ്സേജ് അബൌട്ട് ജീസസ്. എന്ത് സന്ദേശമാണ് ഈ സുവിശേഷത്തിലൂടെ നമ്മൾ കേട്ടത്? ഹല്ലേലൂയ. നമ്മൾ കേട്ടത് സുവിശേഷം നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ പാപത്തിൻ്റെ അനുഭവത്തിൽ നമ്മളെ വീണ്ടെടുക്കാനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ മരിച്ചു, ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെയും മാനവരാശിയുടെ പാപത്തെ വഹിക്കാനായി പാപികളെ സ്നേഹിച്ചു. നമുക്ക് പ്രത്യാശയും നമുക്ക് സമാധാനവും ശക്തിയും പകർന്നതാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം, അല്ലെങ്കിൽ ദ മെസ്സേജ് ഓഫ് ദി ഗോസ്പൽ. ഈ സുവിശേഷം ഞാനും നിങ്ങൾ കേട്ടത് നിമിത്തമായി എന്താ ഉണ്ടായത്? എനിക്ക് പ്രത്യാശയുണ്ടായി. എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ലെന്ന ഒരു പ്രത്യാശ എനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം ഭാരവും ഉള്ളവനാണെങ്കിലും എനിക്ക് ഈ മെസ്സേജിലൂടെ കിട്ടുന്ന സമാധാനമുണ്ട്. ദർ ഈസ് എ പീസ് ഇൻ ദ ഗോസ്പൽ ആൻഡ് ഓഫ് കോഴ്സ് ദർ ഈസ് എ പവർ ഇൻ ദിസ് ഗോസ്പൽ. മാനവരാശിക്ക് വീണ്ടെടുപ്പ് ഒരുക്കി കൊടുക്കുന്ന ശക്തി ഉള്ളതാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡേവിഡ് ലിവിങ്സ്റ്റണൊക്കെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ നരഭോജികളായിരുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ കണ്ടാൽ പിടിച്ചു തിന്നുന്ന മനുഷ്യർ, നരഭോജികളായിരിക്കുന്ന മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റാൻ പ്രത്യേക ടെക്നോളജിയോ പ്രത്യേക എഡ്യൂക്കേഷൻ സിസ്റ്റമോ പ്രത്യേകിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമോ ഒന്നും അവിടെ നടത്തിയില്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ സുവിശേഷവുമായിട്ടാണ് ചെന്നത്. ആ സുവിശേഷം നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി. കാനിബിൾസ് ആയിട്ടിരുന്ന ആളുകളെ പ്രൈസ് ദി ലോർഡ് സാധാരണപ്പെട്ട മനുഷ്യരാക്കി മാറ്റി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏത്? മറ്റൊന്നുമല്ല, വെരി പവർ ഓഫ് ദി ഗോസ്പൽ. So the message of the gospel is bringing hope, peace and power. നമുക്ക് പ്രത്യാശയും നമുക്ക് സമാധാനവും നമുക്ക് ശക്തിയും പകരുന്നതാണ് ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം, യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം. അപ്പോൾ ഈ സുവിശേഷത്തിനകത്ത് എന്തൊക്കെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ മിസ്റ്ററി ഓഫ് ദർ ഇസ് എ മിസ്റ്ററി, ഒരു മർമ്മമായിരുന്നു. കൃപയാൽ എനിക്ക് നിങ്ങൾക്കും അത് വെളിപ്പെട്ടു. There is a mystery to this gospel. എന്നെ സ്ഥിരപ്പെടുത്താനുള്ള
ഒരു വലിയ ദൗത്യം ഈ സുവിശേഷത്തിനുണ്ട്. മാത്രമല്ല, ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ, പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ്. എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? അവൻ ഈ ഭൂമിയിലേക്ക് വന്നു, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും ആ സുവിശേഷത്തിൻ്റെ ആ സന്ദേശം എനിക്ക് പ്രത്യാശയും എനിക്ക് സമാധാനവും എനിക്ക് ശക്തിയും നൽകി തരുന്നു. യേശു ക്രിസ്തുവാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുവിശേഷം, നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സോ ഓൺലി ജീസസ് ഈസ് ദി കണ്ടന്റ് ഓഫ് ദി ഗോസ്പൽ, ഓർ ജീസസ് ഈസ് ദ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ. വേറെ ഒന്നുമില്ല. ഇന്ന് പലപ്പോഴും പ്രസംഗങ്ങളിൽ യേശുവില്ലാത്ത പ്രസംഗങ്ങൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ഇക്ലിപ്പെടുത്തുന്നതായ അനവധി സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമുക്ക് മാനം നൽകുന്ന, വേദപുസ്തകം നമ്മളെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏത് സന്ദേശവും എന്തിനെക്കുറിച്ചുള്ള സന്ദേശമായിരിക്കണം? ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ സന്ദേശം, യേശുവുള്ള സന്ദേശം, യേശുവിനെ കുറിച്ചുള്ള സന്ദേശം, യേശുവിനെ തൊട്ടുള്ള സന്ദേശം, അതായിരിക്കട്ടെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ സുവിശേഷം. സോ ദ മെസ്സേജ് ഓഫ് ദി ഗോസ്പൽ. അപ്പോൾ രണ്ടാമത്തെ പദമായിരുന്നു ദ ഗോസ്പൽ. ഇതിനകത്തൊന്ന് കണ്ട, അല്ലെങ്കിൽ ഈ സ്തുതി കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ പദമാണ് ഗോസ്പൽ, സുവിശേഷം. മൂന്നാമത്തെ പദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദാറ്റ് ഈസ് ഗ്ലോറി. ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഏകജ്ഞാനിയായ ദൈവത്തിനു യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. See all glory, praise the, to the only wise God through Jesus Christ be the glory forever. Amen. Praise the Lord. മൂന്നാമത്തെ പദമാണ് ഗ്ലോറി, മഹത്വം. അവിടെ വായിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങളിലൊന്ന് പിരിച്ചു നോക്കാം. ഒന്ന് ഗ്ലോറി ഓഫ് ഗോഡ്സ് വിൽ. അത് ഇച്ചിരി മേളിൽ നിന്ന് വായിച്ചു വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസൃതമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ പുസ്തകത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന അതിനു മുമ്പ് ഈ പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം, നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദ ഗ്ലോറി ഓഫ് ഗോഡ്സ് വിൽ, നിത്യദൈവത്തിൻ്റെ നിയോഗം. അവിടെ ഒരു വലിയ ദൈവ നിയോഗം, നിത്യ ദൈവത്തിൻ്റെ നിയോഗം, എറ്റേണൽ വിൽ ഓഫ് ഗോഡ്. ഈ വലിയൊരു ദൗത്യത്തിൽ, അല്ലെങ്കിൽ ഈ വലിയൊരു സുവിശേഷ, അല്ലെങ്കിൽ ഈ വലിയൊരു ദൈവിക പ്രവൃത്തിയിൽ വാസ്തവത്തിൽ ദൈവം എന്ത് ചെയ്തു? മാനവരാശിയുടെ പാപത്തിൻ്റെ പരിണത ഫലമായി പാപത്തിൽ അകപ്പെട്ടിരുന്ന മനുഷ്യനെ രക്ഷിക്കാനായി ദൈവം ഇൻ്റർവീൻ ചെയ്തതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ് വാസ് മിസ്റ്റീരിയസ്. അത് മറഞ്ഞിരുന്നതാണ്. അനാദികാലങ്ങൾക്ക് തന്നെ മുമ്പ് തന്നെ, ലോകം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മറഞ്ഞിരുന്നതാണ്. ഇറ്റ് വാസ് അൾട്ടിമേറ്റ്ലി കമാൻഡഡ്, ഓർ ഇറ്റ് വാസ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ നിത്യ നിയോഗത്തിലുണ്ടായിരുന്നതാണ്. എറ്റേണിറ്റി മുതൽ തന്നെ ദൈവം എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്? മാനവരാശിക്കുള്ള ദൈവിക വിടുതലിൻ്റെയും, അല്ലെങ്കിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള വസ്തുത, ഇറ്റ് വാസ് ബീൻ ഓൾറെഡി പ്ലാൻഡ് ഇൻ ദി എറ്റേണിറ്റി. അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെ നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം. അപ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ എറ്റേണൽ തോട്ടിലുണ്ടായിരുന്നൊരു കാര്യമാണ്. ദൈവം ഒരു പ്ലാൻ ബി അല്ല, അല്ലെങ്കിൽ ദൈവം വിചാരിച്ചത് ഒരു വഴിയായിരുന്നു. പക്ഷേങ്കിൽ മനുഷ്യൻ പാപം ചെയ്തെല്ലാം തെറ്റി, അതുകൊണ്ട് ഉടനെ ആയിക്കൊള്ളട്ടെ, നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാം എന്നതൊക്കെയും നമ്മുടെ മാനുഷിക ചിന്തയിൽ അതൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ദൈവത്തിൻ്റെ ആ സർവജ്ഞാനിത്വത്തിൽ, അല്ലെങ്കിൽ ദൈവം സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിനറിയാം. ഇൻ എറ്റേണിറ്റി ഇറ്റ് സെൽഫ് ഗോഡ് വാസ് ബീൻ വെരി ക്ലിയർ about
the very glory that will be revealed through Jesus Christ or to the humankind or to the mankind. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് നിത്യത മുതൽ തന്നെ ദൈവം അത് നിയോഗിച്ചിരുന്നു. ഇറ്റ് വാസ് വിൽഡ്. അതാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഒരു വീട് പണിയുന്നതിന് അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കംപ്ലീഷൻ ഒക്കെയും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ എങ്ങനെയാണോ ഇരിക്കുന്നത് പോലെ മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിൽ നിന്ന് വീഴുന്നതിനൊക്കെയും വളരെ നിത്യത അതിൽ വളരെ മുൻപ് തന്നെ ഇറ്റ് വാസ് വെരി ക്ലിയർലി സ്കെച്ച്ഡ് ഔട്ട് ബൈ ഗോഡ്. ദൈവം വളരെ വ്യക്തതയോടെ അത് വരച്ച് മനസ്സിൽ അതിൻ്റെ സംഗതി സൂക്ഷിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് ഗ്ലോറി. അതാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോയെന്നോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയായെന്നോ നമ്മൾ പലപ്പോഴും ഇത് നമ്മളെല്ലാം അതിൻ്റെ സീക്വൻസിലാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി നേരത്തെ നിയോഗപ്രകാരം നിത്യ നിയോഗപ്രകാരം ദൈവം ഓൾറെഡി ഇറ്റ് വാസ് ബീൻ ക്ലിയർ ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവം ഒരു കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് തുറപ്പിച്ച് അല്ലെങ്കിൽ കണ്ണിനകത്ത് അതിനെക്കുറിച്ച് ബോധ്യം വരുത്തി പരിശുദ്ധാത്മാവ് നിയോഗത്താൽ ആ നിത്യ നിയോഗത്തിൻ്റെ പ്ലാനിൽ ഞാനും നിങ്ങളും എൻ്റർ ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേങ്കിൽ ദൈവം അതിന് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തു. സോ ദാറ്റ് മേക്സ് ദ വെരി ഗോസ്പൽ ഗ്ലോറി, അല്ലെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ആ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവം അനാദികാലങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം സകലതും നിർണയിച്ചിരുന്നു. ഗോഡ് ഹാസ് ബീൻ വിൽഡ്. അടുത്തത് ദൈവത്തിൻ്റെ ആ ഗ്ലോറി മഹത്വം വെളിപ്പെടുന്നത് ഗ്ലോറി ഓഫ് ഗോഡ്സ് വിസ്ഡം. ഇവിടെ പറയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്ക് മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗോഡ് വിത്ത് വൈസ്, ഒൺലി വൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എത്രയോ വൈസായിരുന്നു. ഇറ്റ് വാസ് വെരി വൈസ്. പ്ലാൻ ഓഫ് ഗോഡ് ഈസ് വെരി ക്ലിയർ ആൻഡ് വൈസ്. ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ദൈവത്തിൻ്റെ ഈ പ്ലാന് എത്രമാത്രം കൃത്യതയും ജ്ഞാനം നിറഞ്ഞതായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ഇറ്റ് വാസ് ഹി മെയ്ഡ് ദി സാൽവേഷൻ പ്ലാൻ വെരി സിമ്പിൾ ആൻഡ് ഫോർ എവരി വൺ. അത് വളരെ സിമ്പിളായിട്ടും എല്ലാവർക്കായിട്ടും ദൈവം എന്ത് ചെയ്തു? നിയോഗിച്ചു. ഇത് എൻ്റെയോ നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തന്നെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ രക്ഷയുടെ ഒരു പ്രോഗ്രാം. അപ്പോൾ എന്നോട് പറയാം, ബോബി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാനുണ്ട്, കുറച്ച് ആൾക്കാരെ രക്ഷിക്കപ്പെടുത്തണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നീ അത് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തരണം, അല്ലെങ്കിൽ ദുബായ് സഭയുടെ കയ്യിലേക്ക് ഇത് പ്ലാൻ കൊടുക്കുക. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിനെല്ലാം വലിയ മീറ്റിങ്ങൊക്കെ കൂടി അതൊക്കെ ആലോചിച്ച് പല പ്രാവശ്യം അതിനു വേണ്ടി ആലോചിച്ച് അതൊട്ട് പരിഹരിക്കാൻ പറ്റുമോ അതും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാനുഷികമായി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും ഭയങ്കര കൺഫ്യൂസിങ് ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ചിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഡിസ്കഷൻ ഡെലിബറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യാൻ ടേക്സ് ടൈം. അതിനൊത്തിരി ഡിസ്കഷൻസ് പല കോളിൽ നിന്നുള്ള പല ഡിസ്കഷൻസ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി ടഫ്. എന്നാൽ ഒരുവനെ രക്ഷിക്കപ്പെട്ട് നിത്യതയുടെ ഭാഗമാക്കാനുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എത്രയോ സിമ്പിളായിട്ട് ദൈവം കൈകാര്യം ചെയ്തു. എത്രയോ വൈസായിട്ടാണ് അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് മനുഷ്യരെല്ലാം കൂടെ അത് കോളവാക്കി തന്നേനെ, മനുഷ്യരെല്ലാം കൂടെ അത് ഇല്ലാതാക്കി തന്നേനെ. മനുഷ്യരതിന് മാനുഷിക മാനങ്ങൾ നൽകി അതിനെ ഇല്ലാതാക്കി. മനുഷ്യൻ പലതും അങ്ങനെ ചെയ്ത് കൊളവാക്കിയതാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന പല മതങ്ങളും സംവിധാനങ്ങളും അതിൻ്റെതായ പ്രവർത്തനങ്ങളുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്
ഇത് പ്ലാൻ ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യന് ഇത് നൽകാൻ കഴിയത്തില്ല. ഒരു മതത്തിനും പ്രൈസ് ദി ലോർഡ് നിത്യതയ്ക്ക് കുറിച്ചുള്ള നിത്യതയുടെ അനുഭവത്തെ പ്രദാനം ചെയ്യാൻ കഴിയത്തില്ല. ഞാനും നിങ്ങളും ചെയ്യാൻ പോയാൽ നമ്മളൊക്കെ അതിനകത്ത് പരിമിതിയുള്ളവരായി തീരും. നമ്മളെ കൊണ്ട് കഴിയത്തില്ല, സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഏകജ്ഞാനിയായ ദൈവം, ദ വൺ ഹു ഈസ് വൈസ്, ഈ ലോകത്തിൽ ജനിക്കാനുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ള നിത്യതയുടെ പ്ലാൻ, രക്ഷിക്കപ്പെടാനുള്ള പ്ലാൻ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കരയറ്റണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുക, നമ്മളൊക്കെ ആണെങ്കിൽ ഫോർ എ ഒരു തെറ്റിദ്ധരിക്കില്ല ഞാനിത് പറയുമ്പം, നമ്മൾ ഫോർ എ പാർട്ട് ഓഫ് സിസ്റ്റം, നമ്മുടെ ഓരോ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് നമ്മൾ, നല്ലതാണ്, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇറ്റ്സ് വെരി ട്രൂ ആൻഡ് വെരി ഫൈൻ. നമ്മൾ ഒരു ആൾ വന്ന് നമ്മളൊരു 6 മാസം 1 വർഷമൊക്കെ ആളെ നോക്കി ആൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ ഓഫീഷ്യൽ മെമ്പേഴ്സായിട്ട് അവരെ പരിഗണിക്കും. അല്ലെങ്കിൽ വി സെറ്റ് റൂൾസ്, നമ്മൾ റൂളുകളെല്ലാം വെക്കും. അതൊരു ചർച്ചിൻ്റെ സ്ട്രക്ചർ അഡ്മിനിസ്ട്രേഷൻ അത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ അതിനകത്തെല്ലാം കാറ്റഗറിയിലെല്ലാം ഉൾപ്പെട്ട് എല്ലാം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മളൊരു ചർച്ച് മെമ്പർഷിപ്പൊക്കെ കൊടുക്കുക, അയാളെ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ നിയോഗിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് നമ്മുടെ കയ്യിലായതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരുവൻ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ, ഞാൻ 2 മാസത്തോടെ വെയിറ്റ് ചെയ്ത് നീ അങ്ങനെ ഇരിക്കും, നോക്കിയിട്ട് മാത്രമേ നിനക്ക് രക്ഷ തരുന്നുള്ളൂ, അങ്ങോട്ട് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ദൈവകൃപ ഒരിക്കലും മനുഷ്യൻ്റെ മേൽ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നില്ല. ഒരുവൻ യേശു ക്രിസ്തുവിന് മുമ്പാകെ ഞാനൊരു പാപിയാണ്, ഞാൻ പാപത്തിൽ വീണവനാണ്, എന്നെ രക്ഷിക്കണം, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്, യേശു കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ സിമ്പിൾ ഫോർമുലയിലൊക്കെ കയറി വരുമ്പോൾ എത്ര കഠിന ചുവപ്പുള്ള മനുഷ്യൻ്റെ പാപമാണെങ്കിൽ അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് ദൈവത്തിൻ്റെ പൈതലാക്കി തീർക്കാനുള്ള ഫോർമുല, ഇറ്റ് വാസ് വൈസ് ആൻഡ് വെരി ക്ലിയർ ഫോർമുല. അതാണ് ഏകജ്ഞാനിയായ ദൈവത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. So the glory of God's wisdom, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹത്വം, അത് മനുഷ്യർക്ക് ഒരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ആൻഡ് ഫൈനലി the glory of God's work, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം, അത് ആ വാക്കിലുണ്ട്. ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം. ദൈവം ചെയ്തൊരു വർക്ക് അമെൻഡ് ചെയ്യപ്പെടുന്നില്ല. ദൈവം ചെയ്തൊരു വർക്ക് അയ്യോ ഇതൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് ദൈവം വെച്ചിട്ടില്ല. ദൈവം ചെയ്തൊരു കാര്യം കാലഹരണപ്പെട്ടു പോയിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതി നൂറ്റാണ്ടുകളും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ദ സെയിം. അതുകൊണ്ടല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും, ഫോർ എവറി ടൈം, ഫോർ എവർ. അതിനൊരു റിവിഷൻ ആവശ്യമില്ല, അതിനൊരു റീതിങ്കിങ് ആവശ്യമില്ല, അതിനൊരു അപ്ഡേഷൻസ് ആവശ്യമില്ല. കാലഘട്ടത്തിനനുസരിച്ച് അതിന് ചേഞ്ചസ് വേണ്ട, അതിന് ഗതിഭേദങ്ങളുള്ള ആച്ഛേദനമില്ല. ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്, ഇറ്റ് ഈസ് ഫോർ എവർ ദ സെയിം. ദ ഗ്ലോറി ഓഫ് ഗോഡ്സ് വർക്ക്, ദൈവം ചെയ്ത പ്രവൃത്തി, ദാറ്റ് ഈസ് ഫിനിഷ്ഡ്. വൺസ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഡൺ. അതിനകത്തൊരു റിവിഷന് പോലും ആവശ്യമില്ല, അതിനകത്തൊരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യമില്ല, അതിനകത്തൊരു റീവർക്ക് ആവശ്യമില്ല, അതിനകത്തൊരു ചേഞ്ച് വേണ്ട. കാലഘട്ടം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും, 2000, 3000, 4000 വർഷം കഴിഞ്ഞാലും, the one thing that God has done through Jesus Christ is the one and the same forever. Praise the Lord. അതെന്നേക്കുമുള്ളതാകിയാൽ അതിനെയാണ് ദൈവപ്രവൃത്തിയുടെ മഹത്വമായി പറയുന്നത്. So tonight we have just crossed through 3 words, 3 വാക്കുകൾ. അപ്പോസ്തലനായ പൗലോസിന്റെ റോമാലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന 3 പദം. 1 ദൈവകൃപ, അത് റോമാലേഖനം ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. 2 സുവിശേഷം, വെരി ഗോസ്പൽ, ദ മെസ്സേജ്, the mystery, the ministry of the gospel. 3 the glory of God's will, ദൈവത്തിൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള ദൈവിക മഹത്വം, ദൈവത്തിൻ്റെ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജ്ഞാനത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നേക്കുമുള്ളതാകയാൽ ഫോർ എവർ ഇറ്റ് ഈസ് ദ സെയിം. ആ മഹത്വം പ്രിയപ്പെട്ടവരെ, ഈ 3 പദങ്ങൾ ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർത്താം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, 1 വർഷത്തിലധികമായി നാം ഈ റോമാലേഖനത്തിലൂടെ ഉള്ളൊരു ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് ഞാനിവിടെ ഈ ലേഖനത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയരെ, റോമാലേഖനത്തിൻ്റെ ഒറ്റ ഉദ്ദേശം എന്തായിരുന്നുള്ളത് ഞാൻ ആദ്യ സമയത്ത് പറഞ്ഞിരുന്നു. നിർമ്മലമായ സുവിശേഷം അത് ഒന്നുകൂടെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുകയായിരുന്നു റോമാലേഖനത്തിലൂടെ. നിർമ്മലമായ സുവിശേഷം ഒന്നുകൂടെ ജനത്തിൻ്റെ മുമ്പിൽ അടിച്ചുറപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു റോമാലേഖനത്തിലൂടെ നടന്നത്. എന്നാൽ ഈ സുവിശേഷത്തിനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയതിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇതൊരു പഠനമായി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ടല്ല കഴിഞ്ഞ 52 എപ്പിസോഡുകൾ നിങ്ങളോട് ഈ വചനം ഓർപ്പിച്ചത്. ദൈവാത്മാവിൻ്റെ നിയോഗവും ദൈവാത്മാവിൻ്റെ ആ ഇടപെടലും ഇതിൻ്റെ ഈ ബൈബിൾ സ്റ്റഡികളിൽ ഉടനീളം അനുഭവിക്കാനിടയായി തീർന്നു. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് തന്നെ പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നു. ചില സന്ദർഭങ്ങളിൽ പഠനം ഒരു ദൈവാത്മാവിൻ്റെ പ്രവചനമായി പരിണമിച്ചിട്ടുണ്ട്. പല അവസരത്തിൽ ബൈബിൾ സ്റ്റഡി ഒരു വലിയ ഓൾട്ടർ കോളിംഗ് ആയിട്ട് തീർന്നിട്ടുണ്ട്. പല സന്ദർഭത്തിലും ബൈബിൾ സ്റ്റഡി നമുക്കൊരു വിചിന്തനത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. പല സമയത്തും ബൈബിൾ സ്റ്റഡികൾ, ഈ റോമാലേഖനത്തിലുള്ള പഠനം നമുക്ക് ചില കുത്തുകൊള്ളുന്ന സംഗതികളായി മാറിയിട്ടുണ്ട്. അതെല്ലാം ഈ പഠനത്തിൻ്റെ ഒരു വലിയ ശ്രേഷ്ഠതയാണ്. നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.